ചാണ്ടി ഉമ്മൻ എന്ന നേതാവിന്റെ ജനസ്വീകാര്യത ഇവരെ ഭയപ്പെടുത്തുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത്. ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിട്ട് വളരെ വലിയ സ്വീകാര്യതയാണ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചാണ്ടി ഉമ്മനോട് സ്വാഭാവികമായിട്ടും ഈ പാർട്ടിക്കകത്തുള്ള ചില ആളുകൾക്ക് ജലസി തോന്നുക സ്വാഭാവികമാണ്. ഈ ലൊടുക്ക് വിദ്യകൾ കൊണ്ട് നേതാവാവുക എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ലൊടുക്ക് വിദ്യകൾ കൊണ്ട് നേതാവായിട്ടുള്ള ഒരാളാണ് ഈ ഷാഫി. കാരണം ആ കുടുംബത്തിനകത്ത് തന്നെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ചില ആളുകളുണ്ട്. ആളുടെ പേര് പറയുന്നതിന് നമ്മൾ മടിക്കേണ്ട ആവശ്യമില്ല. ആ ആളുടെ പേര് ഷാഫി എന്ന് തന്നെയാണ്. ഈ മറിയാമ്മ ഉമ്മനെയും അച്ചു ഉമ്മനെ അറിയാത്ത ഏതെങ്കിലും മലയാളി കേരളത്തിലുണ്ടോ? പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലൊക്കെയുള്ള ആർക്കെങ്കിലും അച്ചു ഉമ്മനെയും മറിയാമ്മ ഉമ്മനെയൊക്കെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? എന്തൊരു വിഡ്ഢിത്തരമാണ് ഈ കനകൊല ചെയ്തത്. ഇതിനു മുമ്പും ഈ ചാണ്ടി ഉമ്മനെ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരുന്ന ആളാണ് ഈ ഷാഫി. ഒരു നോർക്ക റൂട്ട്സിന് മുമ്പിലെങ്കിലും ഒരു നിരാഹാര സമരം ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ധർണാ സമരം സംഘടിപ്പിക്കാനായിട്ട് ഷാഫിയെ കൊണ്ട് പറ്റിയോ? അവിടെ വർഗീയ ധ്രുവീകരണം നടത്തിയിട്ട് തന്നെയാണ് ഷാഫി വിജയിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. നമസ്കാരം. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസിൽ. ആരാണ് ഈ ഒരു വാർത്തയ്ക്ക് പിന്നിലെന്ന്? ഇതെന്താണ് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ശ്രീ കെ കരുണാകരൻ രാജ്യസഭയിലേക്ക്, അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാൽ ലോക്സഭയിലേക്ക്, കെ മുരളീധരൻ നിയമസഭയിലേക്ക് എന്നൊരു പ്രതീതി ഉണ്ടാക്കി ആ കുടുംബത്തെ മൊത്തം തകർത്ത് കളഞ്ഞ ഒരു രീതി ഉണ്ടായിരുന്നു. അതന്ന് എ ഗ്രൂപ്പ് അവലംബിച്ച ഒരു രീതിയായിരുന്നത്. ആ സമാനമായ രീതിയിൽ തന്നെ ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത്. ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിട്ട് വളരെ വലിയ സ്വീകാര്യതയാണ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലമ്പൂരൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ 3000-ഓളം വീടുകൾ കയറിയിറങ്ങി കൃത്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വർക്ക് നടത്തിയ ഒരു നേതാവാണ് ചാണ്ടി ഉമ്മൻ. അപ്പോൾ ചാണ്ടി ഉമ്മനോട് സ്വാഭാവികമായിട്ടും ഈ പാർട്ടിക്കകത്തുള്ള ചില ആളുകൾക്ക് ജലസി തോന്നുക സ്വാഭാവികമാണ്. കാരണം ആ കുടുംബത്തിനകത്ത് തന്നെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ചില ആളുകളുണ്ട്. ആളുടെ പേര് പറയുന്നതിന് നമ്മൾ മടിക്കേണ്ട ആവശ്യമില്ല. ആ ആളുടെ പേര് ഷാഫി എന്ന് തന്നെയാണ്. ഷാഫിയെ സംബന്ധിച്ചിട്ട് എന്താണ് ഷാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അതിൽ തന്നെ അതിതീവ്രമായിട്ട് ചില നിലപാടുകളുള്ള ചില ആളുകളുടെ ഒക്കെ പിന്തുണയോടുകൂടി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ്. ഈ നേതാവിനെ സംബന്ധിച്ചിട്ട് മറ്റൊരു ന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽ നിന്ന് ചാണ്ടി ഉമ്മനെ പോലെ ഉള്ള ഒരു നേതാവ് ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് തനിക്ക് വെല്ലുവിളിയാണ് എന്നൊരു തോന്നലുണ്ട്. ഷാഫിയെ സംബന്ധിച്ച് ഷാഫി കേരളത്തിലെ പരാജയപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഉള്ള ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുത്തതല്ലാതെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച ഒരു പരിചയമൊന്നുമില്ല. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. മലയാളിയെ സംബന്ധിച്ചിട്ട് ഈ ലോകത്ത് ഏറ്റവും കൂടുതലായിട്ട് പെട്ടെന്ന് പറ്റിക്കാൻ സാധിക്കുന്ന കുറെ ആളുകളാണ് ഈ മലയാളികൾ എന്ന് പറയുന്നത്. അതായത് ഈ കണ്ണിൽ പൊടിയിട്ട് ആളാവുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതായത് ഈ ലൊടുക്ക് വിദ്യകൾ കൊണ്ട് നേതാവാവുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ ലൊടുക്ക് വിദ്യകൾ കൊണ്ട് നേതാവായിട്ടുള്ള ഒരാളാണ് ഈ ഷാഫിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു പ്രശ്നം മാധ്യമങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതും ഇതൊരു വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്നതും ഷാഫിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ഉണ്ണിക്കുട്ടന്മാർ എന്ന് തന്നെ ഞാൻ പറയും. അങ്ങനെയുള്ള കുറേ ഉണ്ണിക്കുട്ടന്മാരുണ്ട് ചില മാധ്യമങ്ങളിൽ. ഈ ഷാഫിയുടെ പിമ്പായിട്ട് നിൽക്കുന്ന കുറേ ഉണ്ണിക്കുട്ടന്മാർ. ഈ ഉണ്ണിക്കുട്ടന്മാരാണ് ഇങ്ങനെ വാർത്തകൾ എഴുതി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രചരണത്തിന് എന്തർത്ഥമാണുള്ളത്? ചാണ്ടി ഉമ്മൻ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന നേതാവാണ്. അച്ചു ഉമ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നേരത്തെ KSUവിൻ്റെ വളരെ നല്ല സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രവർത്തകയാണ്. അതുകൂടാതെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വളരെ സ്വീകാര്യതയുള്ള ഒരു നേതാവ് തന്നെയാണ് അച്ചു ഉമ്മൻ എന്ന് പറയുന്നത്. ആ അച്ചു ഉമ്മൻ്റെ ഒക്കെ പേര് പർപ്പസ്ഫുള്ളി സുനിൽ കനകുലുവിനെ കൊണ്ട് ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലുള്ള വോട്ടർമാരെ വിളിച്ചിട്ട് സുനിൽ കനകുലു ചെയ്തത് എന്താണ്? സുനിൽ കനകുലു ചെയ്തത് അച്ചു ഉമ്മനെ അറിയുമോ, മറിയാമ്മ ഉമ്മനെ അറിയുമോ? ഈ മറിയാമ്മ ഉമ്മനെയും അച്ചു ഉമ്മനെ അറിയാത്ത ഏതെങ്കിലും മലയാളി കേരളത്തിലുണ്ടോ? പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലൊക്കെയുള്ള ആർക്കെങ്കിലും അച്ചു ഉമ്മനെയും മറിയാമ്മ ഉമ്മനെയൊക്കെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? എന്തൊരു വിഡ്ഢിത്തരമാണ് ഈ കനകൊല ചെയ്തത്. ഇത് കനകൊല വെറുതെ ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ? കനകൊല ഇത് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഷാഫിയുടെ ബുദ്ധിയാന്നേ. ഈ കനകൊലുവിൻ്റെ ഒക്കെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് ഷാഫിയും KC വേണുഗോപാലും ഒക്കെയാണ്. ഇന്ന് ഷാഫിയുടെ സംരക്ഷകൻ ആരാണ്? അത് KC വേണുഗോപാലാണ്. അപ്പോൾ KC വേണുഗോപാലും ഷാഫിയും കൂടെ ചേർന്നുകൊണ്ട് ഒരു കുടുംബത്തെ തന്നെ തീർത്ത് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത്ര സജീവമായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ചാണ്ടി ഉമ്മന് വേണ്ട രീതിയിലുള്ളൊരു പരിഗണന KPCCയുടെ പുനഃസംഘടനയും നൽകിയില്ല. അതായിക്കൊള്ളട്ടെ. അതിനുശേഷം ആരും കേൾക്കാത്ത ഒരു പദവിയൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സൃഷ്ടിച്ചെടുത്ത് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോയി കടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു മര്യാദകേടാണ്. ഒന്നുമല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകനല്ലേ ചാണ്ടി ഉമ്മൻ? അതിനൊക്കെ അപ്പുറത്ത് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത് KSUവിലൂടെയൊക്കെ വളർന്നു വന്നേക്കുന്ന ഒരു സാധാരണ പ്രവർത്തകനല്ലേ? എന്തിനാണെന്ന് ചാണ്ടി ഉമ്മനോട് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്?
ഇതിനു മുമ്പും ഈ ചാണ്ടി ഉമ്മനെ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരുന്ന ആളാണ് ഈ ഷാഫി. എന്തിനാണ് ഷാഫി ഇത്രയും വലിയൊരു നീതികേട് കാണിക്കുന്നത്? അതായത് ചാണ്ടി ഉമ്മൻ വളർന്നു വന്നു കഴിഞ്ഞാൽ ഷാഫിക്ക് വെല്ലുവിളിയാകും. അല്ല, തീർച്ചയായിട്ടും അത് തന്നെയാണ് കാര്യം. കാരണം എന്താ വെച്ചാൽ ഇത് രണ്ട് ന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ചാണ്ടി ഉമ്മൻ ഒരിക്കലും ഒരു ന്യൂനപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. വളരെ വലിയ രീതിയിലുള്ള മതേതര സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം പാലയിലൊക്കെ വെച്ച് നടത്തിയുള്ള ഒരു പ്രസംഗമുണ്ട്. അതിവിടെ ഉദ്ധരിക്കാനൊന്നും ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല, കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന് ഒരു ഉപദ്രവമായിട്ട് മാറണ്ട എന്ന് കരുതിയിട്ടാണ്. അതേസമയം ഷാഫിയെ സംബന്ധിച്ചിട്ട് ഷാഫി ഒരു മതേതരവാദിയായിട്ട് അഭിനയിക്കുന്ന വ്യക്തിയാണ്. ഈ അഭിനയിക്കുന്ന വ്യക്തിയായിട്ടുള്ള ഷാഫി ഒറിജിനൽ ആയിട്ടുള്ളൊരു സെക്യുലറിസ്റ്റിനെ കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അസഹിഷ്ണുത ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അപ്പോൾ ചാണ്ടി ഉമ്മന്റെ വളർച്ച ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷാഫിയാണ്. ഭാവിയിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ചാണ്ടി ഉമ്മൻ വളർന്നു കഴിഞ്ഞു. ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമ്മൻചാണ്ടിയുടെ ഒരു ശിഷ്യൻ, അത്രയേ ഉള്ളൂ. പിന്നെ സോഷ്യൽ മീഡിയകളിൽ റീൽസ് ഇട്ട് കളിക്കുന്ന ഒരു നേതാവ്. അതിനപ്പുറത്ത് ഷാഫി പറമ്പിൽ കേരളത്തിൽ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സമരത്തെക്കുറിച്ച് പറയാമോ? ഷാഫി ആകപ്പാടെ പാർലമെന്റിനകത്ത് എണീറ്റ് നിന്ന് പ്രസംഗിച്ചു പ്രവാസികൾ യാത്ര ചെയ്യാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ റേറ്റിനെ കുറിച്ചൊക്കെ. അതിനപ്പുറത്തേക്ക് അതിന്റെ എന്തെങ്കിലും ഒരു ഫോളോ അപ്പ് ഉണ്ടായോ? അതിനെതിരെ എന്തെങ്കിലും ഒരു സമരം ഡൽഹിയിൽ സംഘടിപ്പിക്കാൻ സാധിച്ചോ? അതിനെതിരെ എന്തെങ്കിലും ഒരു പ്രക്ഷോഭം കേരളത്തിൽ സംഘടിപ്പിക്കാൻ സാധിച്ചോ? ഒരു നോർക്ക റൂട്ട്സിന് മുമ്പിലെങ്കിലും ഒരു നിരാഹാര സമരം ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ധർണാ സമരം സംഘടിപ്പിക്കാനായിട്ട് ഷാഫിയെ കൊണ്ട് പറ്റിയോ? പറ്റിയില്ലല്ലോ. അതിനുശേഷം പിന്നീട് ഷാഫി എന്താണെന്ന് കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഒന്ന് പറഞ്ഞതാ. കാരണം പണ്ട് ഏതോ ഒരു ചാനലിൽ ഇരുന്ന് അവരുടെ ആങ്കർമാർ പറഞ്ഞതുപോലെ ഈ ഷാഫിയൊക്കെ കാറിൽ നിന്ന് ഇറങ്ങിയ നേരെ ഒറ്റ ഓട്ടമാണ്. ഓടിയതിനു ശേഷം അടുത്ത് ചായക്കടയിൽ കയറും. ചായക്കടയിൽ നിന്ന് പിന്നെ ആ ചായക്കടയുടെ അടുക്കളയിലേക്ക് ഓടിക്കയറുന്നു. അതിന്റെ പുറകെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഉണ്ണിക്കുട്ടന്മാർ, ഈ ഷാഫിയുടെ കൂടെയുള്ള ഉണ്ണിക്കുട്ടന്മാരാണല്ലോ. അതിൽ ചില ഉണ്ണിക്കുട്ടന്മാർ ചില മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഉണ്ണിക്കുട്ടന്മാർ ഇങ്ങനെ പുറകെ ഇതുമായിട്ട് നടക്കും, മൊബൈലുമായിട്ട് നടക്കും. അതിനുശേഷം എഡിറ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ കയറ്റിയിടും, ഇൻസ്റ്റാഗ്രാമിൽ കയറ്റിയിടും. അത് ലൈക്ക് ചെയ്യാനായിട്ട് കുറെ മൊണ്ണകളും. ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ എന്താണ് ഷാഫി? വടകരയിൽ ഷാഫി വളരെ വലിയൊരു ഭൂരിപക്ഷം നേടി. ഷാഫി എന്തുണ്ടാക്കിയിട്ടാണ് ഷാഫിക്ക് ഇത്ര വലിയൊരു ഭൂരിപക്ഷം അവിടെ കിട്ടിയത്? അവിടെ വർഗീയ ധ്രുവീകരണം നടത്തിയിട്ട് തന്നെയാണ് ഷാഫി വിജയിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അതുകൊണ്ട് ഷാഫി പറമ്പിലൊക്കെ ഒതുക്കാൻ നോക്കിയാലും അങ്ങനെ ഒതുങ്ങിപ്പോകുന്ന ഒരാളാണ് ചാണ്ടി ഉമ്മൻ എന്നെനിക്ക് തോന്നുന്നില്ല. ഇത് നമ്മൾക്ക് പറയേണ്ടി വരുന്നതാണെന്നേ. ഈ ചാണ്ടി ഉമ്മനോട് ഇങ്ങനെ കാണിക്കുന്ന ഒരു അസഹിഷ്ണുത അത് ഷാഫിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതാണ്, ഷാഫിയുടെ ഗ്രൂപ്പിൽ നിന്നുണ്ടാവുന്നതാണ്. അത് ഷാഫിയെ പുറകിൽ നിന്ന് പിന്തുണയ്ക്കുന്ന വലിയ ഒരു വർഗീയ ശക്തികളുണ്ട്. ആ വർഗീയ ശക്തികളുടെ വാക്കുകൾ കേട്ടിട്ട് കിടന്ന് ആടുന്നതാണ് ഷാഫി. അത് വളരെ വലിയൊരു ദുരന്തത്തിലേക്ക് കോൺഗ്രസ് പ്രസ്ഥാനത്തെ കൊണ്ട് എത്തിക്കുമെന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാരണം എന്താണ് ഷാഫി പറയുന്നതാണ് കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്നത്? ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവല്ലേ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത്? ആ ചാണ്ടി ഉമ്മനൊക്കെ എതിരെ എന്തും പറയാമെന്നായോ? ആദ്യം തന്നെ അച്ചു ഉമ്മനെയും ചാണ്ടി ഉമ്മനെയും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതായത് മറിയാമ്മ ഉമ്മനും ചാണ്ടി ഉമ്മനും ഒരു പക്ഷത്താണെന്നും മറ്റേ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും ഒരു പക്ഷത്താണെന്നും അച്ചു ഉമ്മൻ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ ശ്രമിച്ചിരുന്നു. അവസാന നാളുകളിൽ ഉമ്മൻചാണ്ടിയെ തള്ളിപ്പറഞ്ഞ ആളുടെ പേരാണ് ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. അതായത് ഗുരുത്വമില്ലാത്ത നേതാവാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. ആ ഗുരുത്വമില്ലായ്മയുടെ ഫലമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു സെക്ഷൽ പ്രവേർട്ടിന്റെ പേരിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള സാമാന്യ ബോധം ഷാഫിക്ക് ഇനിയെങ്കിലും ഉണ്ടാവണ്ടേ? അതിനുശേഷം പിന്നീട് വീണ്ടും ചാണ്ടി ഉമ്മന്റെ തലയിലേക്ക് കയറുക, ചാണ്ടി ഉമ്മന്റെ കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് മത്സരിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അല്പം കടന്നു കഴിയാൽ. ഇന്ന് തന്നെ ചാണ്ടി ഉമ്മൻ മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ മാത്രമേ മത്സരിക്കുന്നുള്ളൂ. എന്റെ സഹോദരിമാരോട് ഞാൻ സംസാരിച്ചു, അവർക്കാർക്കും ഇങ്ങനെ മത്സരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല, അവരിത് ആരോടും പറഞ്ഞിട്ടുമില്ല. ഇത് മാധ്യമ സൃഷ്ടിയാണ്. ഇത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് കോൺഗ്രസിന്റെ ആരും അറിയാതെ ഇങ്ങനെ ഒരു മാധ്യമ സൃഷ്ടി ഉണ്ടാവത്തില്ലല്ലോ. സുനിൽ കരകുലു ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലുള്ള വോട്ടർമാരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, മറിയാമ്മ ഉമ്മനെ അറിയുമോ, അച്ചു ഉമ്മനെ അറിയുമോ എന്നൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിനകത്തെ ആർക്കും ഇതിനെക്കുറിച്ചൊരു അറിവ് ഉണ്ടാവത്തില്ലേ? ഇതൊക്കെ സൃഷ്ടിയാണ്. ചാണ്ടി ഉമ്മൻ എന്ന നേതാവിന്റെ ജനസ്വീകാര്യത ഇവരെ ഭയപ്പെടുത്തുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ആ ഭയമാണ് ഇവരെ ഇങ്ങനത്തെ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി തയ്യാറാവുന്നത്. അതുകൊണ്ട് ഷാഫി മര്യാദയ്ക്കൊക്കെ അടങ്ങി ഒതുങ്ങി ഷാഫിയുടെ രാഷ്ട്രീയവുമായിട്ട് നടക്കുക എന്നതിന് അപ്പുറത്തേക്ക് ചാണ്ടി ഉമ്മനെ പോലെയുള്ള നേതാക്കന്മാരുടെ നെഞ്ചത്തേക്ക് കയറാൻ വന്നു കഴിഞ്ഞാൽ അത് വലിയ ഭവിഷ്യത്തായിരിക്കും ഷാഫിക്കും ഷാഫിയെ പിന്താങ്ങുന്ന ചില വർഗീയവാദികൾക്കും, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചില വർഗീയവാദികൾക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.